ഈ ഇലക്ട്രോണിക്സിലെ മീഡിയത്തിൽ കൂടെ നമ്മൾ പരാതി കൊടുത്താൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അടിമുടി കേസ് പാളി. ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഇത്ര വിവരക്കേടായിട്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് മനസ്സിലാകുന്നത്? അത് വിവരക്കേടാണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനും, അവർ പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനും അല്ലെന്നുണ്ടെങ്കിൽ DGPക്ക് പരാതി കൊടുക്കാനല്ല, പ്രാഥമിക പരാതി പോലീസ് സ്റ്റേഷൻ തന്നെ. അവർ നടപടി എടുത്തില്ലെങ്കിൽ പോവാം. അത് അതിൻ്റെ മുകളിലോട്ട് DGP IG ഒക്കെ ഉണ്ട്. അല്ലാതെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ട് അങ്ങനെ കേസെടുപ്പിക്കുന്ന ദുരുദ്ദേശം തന്നെ എന്ന് പറയേണ്ടി വരും. നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യുമ്പം ആരാണ് പ്രതിയായാലും ആരായാലും ശരി, അതിനെ എതിർക്കാം. എൻ്റെ ഒരു കണക്കൂട്ടിൽ ഇതൊരു രാഷ്ട്രീയപരമായ ഒരു വിക്ടിമൈസേഷനാണ്. അത് ഇനി കൂടുതൽ പരാതി ഇതേ രീതിയിൽ വരും. പക്ഷേ പരാതി കൊടുത്തവരൊക്കെ ഒന്ന് ആലോചിച്ചോണം, മലീഷ്യസ് പ്രോസിക്യൂഷൻ സമാധാനം പറയേണ്ടി വരും. ഒരു നോട്ടീസ് കൊടുത്താൽ പോരെ, ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ അയാൾ ഓടി വരുമല്ലോ. പിന്നെ എന്തിനാണ് ഈ നാടകം? അത് പൊളിറ്റിക്കൽ വിക്ടിമൈസേഷൻ എന്ന് തന്നെ കൃത്യമായിട്ട് പറയേണ്ടി വരും. അവരൊരു ഒരു ഭ്രൂണം സൂക്ഷിച്ചു വെച്ച് അത് അവർക്ക് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥയാണ് അവർ. അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പാടില്ലല്ലോ. അത് പോലീസല്ലേ എടുക്കേണ്ടത്. അതൊക്കെ അവരുടെ ദുരുദ്ദേശം അതിനകത്ത് കൃത്യമാണ്. രണ്ടുപേരും അസംബ്ലി ഇരിപ്പുണ്ടല്ലോ, ഇത്ര നാളൊന്നും ചെയ്തില്ലല്ലോ. കാരണം അവർ റേപ്പ് കേസ് പ്രതിയാണ്, ജാമ്യത്തിലാണ്, അവർ അസംബ്ലിയിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ആരോപിച്ചതേ ഉള്ളൂ. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. ജനുവരി 15 വൈകിട്ട് ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് SIT കോടതിയിൽ സമർപ്പിച്ചത്. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും മുൻപ് ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. ഈ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേക്ഷകരോട് ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പ്രവൃത്തികളെ ന്യായീകരിക്കാനോ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാനോ അതിജീവിതമാരെ വിമർശിക്കാനോ ഒന്നുമല്ല ഈ ഒരു വീഡിയോ. മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ചെയ്ത തെറ്റുകൾക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കട്ടെ. ഈ ഒരു കേസിൻ്റെ നിയമവശങ്ങൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജോർജ് ജോസഫ് സാർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിൽ അതിജീവിതയുടെ വൈദ്യപരിശോധന നടത്താതെയുള്ള അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പല നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ന് കോടതിയിൽ പ്രതിഭാഗം വാദിച്ചതും ഇതാണ്. പരാതിക്കാരിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ്. മൊഴിയെടുത്താൽ 3 ദിവസത്തിനകം ഒപ്പിടണം എന്നത് പാലിച്ചില്ല. കേസെടുത്തതുപോലും നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്നുമാണ് പ്രതിഭാഗം കോടതിയിൽ വാദത്തിനിടെ ചൂണ്ടിക്കാട്ടിയത്. ചട്ടം ലംഘിച്ചാണ് പരാതി സ്വീകരിച്ചത്. അറസ്റ്റിനുള്ള കാരണങ്ങൾ പ്രതിയെ ബോധ്യപ്പെടുത്താനായില്ല. ഭരണഘടനാ അവകാശ ലംഘനമുണ്ടായി എന്നും രാഹുലിൻ്റെ അഭിഭാഷകൻ വാദത്തിനിടെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ പോലീസിന് പാളിപ്പോയോ പല കാര്യങ്ങളിലും? പോലീസിന് ഈ കേസിനകത്ത് പാളി. കാരണം 173(2) BNS പ്രകാരം ആണ് കേസെടുക്കേണ്ടത്. പക്ഷേ പഴയ IPC പ്രകാരമാണെങ്കിൽ ആ വകുപ്പുകൾ നിലനിൽക്കത്തില്ല. കാരണം 2023 പുതിയ BNS വരുന്നത്. പഴയ വകുപ്പിലാണോ കേസെടുത്തതെന്നറിയില്ല. എന്നാലും BNS 173(2) പ്രകാരം ഒരു ഇലക്ട്രോണിക്സ് മീഡിയത്തിൽ കൂടെ ഒരു പരാതി നമുക്ക് ഓറലായിട്ട് കൊടുക്കാം, അല്ലെ എഴുതി കൊടുക്കാം, അല്ലെ ഇലക്ട്രോണിക്സ് മീഡിയത്തിൽ കൂടെ ഒരു പരാതി വന്നാൽ 3 ദിവസത്തിനകം ആ സ്ത്രീയുടെ മൊഴിയെടുക്കണമെന്നാണ്. രാഹുലിൻ്റെ ഈ കേസിനകത്ത് അത് സംഭവിച്ചില്ല. അവർ വിദേശത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ കൊണ്ട് പാളിപ്പോയി. രണ്ടാമത്, അതൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആയിരിക്കണം അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. അതും ഈ കാര്യത്തിൽ നടന്നില്ല. പിന്നെ ആ മൊഴി രേഖപ്പെടുത്തുന്ന വീഡിയോഗ്രാഫ് ചെയ്യണം, അതും നടന്നില്ല. പിന്നെ എങ്ങനെയാണ് ഒരു കേസ് നിൽക്കുന്നത്? കേസ് പാളിപ്പോയെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഇലക്ട്രോണിക്സിലെ മീഡിയത്തിൽ കൂടെ നമ്മൾ പരാതി കൊടുത്താൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. രണ്ടാമത്, അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വൈദ്യപരിശോധനയ്ക്ക് അയക്കണം, അതും നടന്നില്ല. അപ്പം അടിമുടി കേസ് പാളി. ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഇത്ര വിവരക്കേടായിട്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് മനസ്സിലാകുന്നത്? അത് വിവരക്കേടാണ്. അത് അവർ മലീഷ്യസ് പ്രോസിക്യൂഷന് ശ്രമിച്ചു എന്ന രീതിയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കാൻ സാധിക്കും. സാർ, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടില്ല, മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത് എന്നതുകൊണ്ട് മാത്രം ഇത്രയും ഗൗരവമേറിയ പരാതി തള്ളിക്കളയാൻ പറ്റുമോ? കാരണം മുഖ്യമന്ത്രി നമ്മുടെ ആഭ്യന്തരമന്ത്രി കൂടിയാണ്.
പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാകുമല്ലോ മുഖ്യമന്ത്രിക്ക് ആ യുവതി നേരിട്ട് പരാതി കൊടുക്കുന്നത്. അതിനെ വിമർശിക്കാൻ പറ്റുമോ? അതിനെ വിമർശിക്കാം. മുഖ്യമന്ത്രി ഒരു കോഗ്നിസബിൾ ഇത്ര ഗ്രേവ് നേച്ചറായിട്ടുള്ള ഒരു കേസ് കൊടുക്കേണ്ടത് അത് ഇന്ത്യൻ ക്രിമിനൽ നടപടി അനുസരിച്ച്, അല്ലെങ്കിൽ BNS അനുസരിച്ച്, അല്ലെങ്കിൽ CRPC അനുസരിച്ച് അത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അവിടെ മാത്രമേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനും, അവർ പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനും അല്ലെന്നുണ്ടെങ്കിൽ DGPക്ക് പരാതി കൊടുക്കാനല്ല. പ്രാഥമിക പരാതി പോലീസ് സ്റ്റേഷൻ തന്നെ. അവർ നടപടി എടുത്തില്ലെങ്കിൽ പോവാം. അത് അതിൻ്റെ മുകളിലോട്ട് DGP IG ഒക്കെ ഉണ്ട്. അല്ലാതെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ട് അങ്ങനെ കേസെടുപ്പിക്കുന്ന ദുരുദ്ദേശം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം അത് നല്ല ഒരു തീരുമാനമല്ല, ലീഗലായിട്ട് അത് ശരിയല്ല. ഇപ്പോഴത്തെ BNSൻ്റെ അനുസരിച്ച് 154 പഴയ CRPC അനുസരിച്ചാണെങ്കിൽ BNSS അനുസരിച്ച് 173(2) അനുസരിച്ച് ആ പരാതി അവർ നേരിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നേരിട്ട്. അതിനാണ് പോലീസ് സ്റ്റേഷൻ വെച്ചിരിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ട് എന്തിനാണ് അങ്ങനെ പോകുന്നത്? അപ്പോൾ ഒരു ദുരുദ്ദേശം അതിനകത്തുണ്ട് എന്ന് ഉള്ള കാര്യം വ്യക്തമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് മെമ്മോയിലും ഇൻസ്പെക്ഷൻ മെമ്മോയിലും ഒപ്പിടാൻ കൂട്ടാക്കിയില്ല. ഇതേ തുടർന്ന് രാഹുൽ നിസ്സഹകരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണ സംഘം സാക്ഷ്യപ്പെടുത്തി എന്നാണ് വരുന്ന വാർത്തകൾ. അപ്പോൾ മാങ്കൂട്ടത്തിൽ നിയമത്തെ വെല്ലുവിളിക്കുകയാണോ? അത് വെല്ലുവിളിയല്ല. നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യുമ്പം ആരാണ് പ്രതിയായാലും ആരായാലും ശരി, അതിനെ എതിർക്കാം. അതിന് അയാൾ വെല്ലുവിളിച്ചതെന്ന് പറയാനൊക്കത്തില്ല. കാരണം FIR ഇലക്ട്രോണിക്സിലായിട്ട് എടുക്കാൻ ഒരു മൊഴി വന്നാലേ അതിന് നടപടിക്രമം ഉണ്ടല്ലോ. അതനുസരിച്ച് ചെയ്യാതിരുന്ന ഒരാളെ കൊണ്ട് ബലമായിട്ട് ഒപ്പിടിക്കുന്നത് എന്തിനാണ്? അത് ഒപ്പിടാതെ പോയതിൽ ഒരു തെറ്റുമില്ല. അതാ ഞാൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലാണ്. നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതികൾ വരാനുള്ള സാധ്യതയുണ്ടോ? എൻ്റെ ഒരു കണക്കൂട്ടിൽ ഇതൊരു രാഷ്ട്രീയപരമായ ഒരു വിക്ടിമൈസേഷനാണ്. അത് ഇനി കൂടുതൽ പരാതി ഇതേ രീതിയിൽ വരും. പക്ഷേ പരാതി കൊടുത്തവരൊക്കെ ഒന്ന് ആലോചിച്ചോണം, മലീഷ്യസ് പ്രോസിക്യൂഷൻ സമാധാനം പറയേണ്ടി വരും. അവർ മാത്രമല്ല, ആരോപണത്തിന് പരാതിക്കാരിയായിട്ട് വന്നവർ മാത്രമല്ല, തീർച്ചയായിട്ടും അത് റെക്കോർഡ് ചെയ്ത ക്രിമിനൽ നടപടി അനുസരിച്ച് അത് കൃത്യമാണ് എന്ന് തോന്നുന്ന പോലീസ് ഉദ്യോഗസ്ഥനും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, രാഷ്ട്രീയമായ ചിന്തയുണ്ട് എന്നേ പറയാനൊക്കുള്ളൂ. നമുക്ക് എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയൊക്കെ അഭ്യാസം കാണിക്കുന്നത്? അവർക്ക് ഇത് നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. 173 അനുസരിച്ച് BNSS അനുസരിച്ച് 173(2) അനുസരിച്ച് അതിനകത്ത് പറഞ്ഞ പോലെയല്ലേ കേസ് എടുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അല്ലാതെ അവരുടെ രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ടാണല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊളിറ്റിക്കൽ റൈവൽറിയാണ്. അതിന് അധികാരത്തെ ദുർവിനിയോഗം ചെയ്ത് എന്നേ പറയാനൊക്കുള്ളൂ. അവർ കേസെടുക്കുന്നെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ് എന്നേ പറയാനൊക്കുള്ളൂ. കേസ് എടുക്കണമെങ്കിൽ നിയമപരമായിട്ട് എടുക്കുക. ഇലക്ട്രോണിക്സ് മീഡിയത്തിൽ കൂടെ വന്നതിനകത്ത് എന്താ നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? 3 ദിവസത്തിന് അവർ മൊഴി കൊടുക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മൊഴി കൊടുത്തിട്ടുണ്ടോ? 3 ദിവസം വന്നുമില്ലല്ലോ. അവരെ മെഡിക്കൽ പരിശോധന അയച്ചിട്ടുണ്ടോ? അത് തന്നെയല്ല, ക്രിമിനൽ നടപടിക്രമം കൃത്യമായിട്ട് പറയുന്നത് 179 BNSനകത്ത് പറയുന്നുണ്ട്. അയാൾക്ക് 171 പേര് ഒരു ഹാജരാകാൻ ഒരു നോട്ടീസ് കൊടുക്കാമായിരുന്നല്ലോ പ്രതിക്ക്. 2 കേസിനകത്ത് നേരത്തെ പ്രതിയായ മനുഷ്യന് ജാമ്യം കിട്ടി നിൽക്കുകയല്ലേ, അല്ലെങ്കിൽ കോടതി അറസ്റ്റ് തടഞ്ഞ് നിൽക്കുകയല്ലേ. അത് ഏത് സമയത്തും പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ ഹാജരാകാമെന്നുള്ള വ്യവസ്ഥയിലാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ രാത്രിയിൽ അയാൾ താമസിക്കുന്നിടത്ത് ഇടിച്ചു കയറി ഒരു കള്ളനെ പോലെ പിടിച്ചതെന്തിനാണ്? അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നല്ലോ. അവർക്ക് നോട്ടീസ് കൊടുത്ത ഇയാൾ അവിടെ ഹാജരാകണം, അല്ലെ മറ്റേ 2 കേസിൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യും. ഇങ്ങനെ ഓടിച്ചിട്ട് പത്തും പതുങ്ങിയും പോയി പിടിച്ച് നാണം കെടുത്തേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ആ പോലീസ് സെയിം SIT ടീം തന്നെയാണല്ലോ ആദ്യത്തെ 2 കേസും അന്വേഷിക്കുന്നത്. ഒരു നോട്ടീസ് കൊടുത്താൽ പോരെ, ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ അയാൾ ഓടി വരുമല്ലോ. പിന്നെ എന്തിനാണ് ഈ നാടകം? അത് പൊളിറ്റിക്കൽ വിക്ടിമൈസേഷൻ എന്ന് തന്നെ കൃത്യമായിട്ട് പറയേണ്ടി വരും. അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബലിയാടാവും. അവർ ഈ രീതിയിലുള്ള കളി കളിക്കരുത്, അവർക്ക് നിയമത്തെ പറ്റി അവബോധമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആരാണ് ഇവരെയൊക്കെ ഈ ക്ലാസ്സൊക്കെ എടുത്ത് പഠിപ്പിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. നിയമം കൃത്യമായിട്ട് അത് പാലിച്ചിരിക്കണം അവർ. അതനുസരിച്ച് FIR എടുക്കാനൊക്കെ ഉള്ളൂ. മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ അവർക്ക് അവസരമുണ്ടോ? അവരില്ല, അവർ വിദേശത്താണ്. ഒരു റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്യാൻ അന്നേരം തന്നെ ആ നിമിഷത്തിൽ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ആദ്യം നടത്തുന്നത്, പിന്നീടാണ് നടപടിക്രമം വരുന്നത്. ഇതിപ്പോൾ 2024 ഏപ്രിൽ എങ്ങാണ്ട് നടന്നൊരു സംഭവമാണ്.
അതിന് മെഡിക്കൽ എക്സാമിനേഷൻ എങ്ങനെ നടത്താൻ പറ്റും? അവരൊരു ഒരു ഭ്രൂണം സൂക്ഷിച്ചു വെച്ച് അത് അവർക്ക് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥയാണ് അവർ. അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പാടില്ലല്ലോ. അത് പോലീസല്ലേ എടുക്കേണ്ടത്. അതൊക്കെ അവരുടെ ദുരുദ്ദേശം അതിനകത്ത് കൃത്യമാണ്. കാരണം അങ്ങനെ ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ല. ഈ ഈ ഒരു റേപ്പ് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന അവർ അതിൻ്റെ ഭ്രൂണം സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ ഇന്ത്യയിൽ ഇത് എങ്ങും നടന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പോലീസാണ് എടുക്കുന്നത്. പോലീസ് ആ ഭ്രൂണം നഷ്ടപ്പെടുത്താതെ അവരുടെ തുണികളൊക്കെ അവർ പ്രിസർവ് ചെയ്യും. അത് പോലീസ് എടുക്കും. അത് അവർ ഇന്ന് സൂക്ഷിച്ചു വെക്കുകയാണ് 2024. അത് ഇയാളുടെ ഭ്രൂണമാണോ ഇല്ലയോ എന്നുള്ള വേറെ പ്രശ്നമല്ലേ. അല്ലെങ്കിൽ ഇയാൾ വേറെ എവിടെയെങ്കിലും പോയി ആരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ സൂക്ഷിച്ചു വെച്ച ഭ്രൂണമാണോ കൺസെൻറ്റോടുകൂടി എന്നും വാദിക്കാൻ മേലെ. അപ്പോൾ ഇതൊക്കെ പാളിച്ചാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. അങ്ങനെയല്ല, അവർ നന്നായിട്ട് നിയമപുസ്തകം വായിച്ച് പഠിച്ച് അതനുസരിച്ച് വേണം നിയമം മുന്നോട്ട് പോകാൻ. രാഷ്ട്രീയ ചിന്തകളോടെ വന്നു കഴിഞ്ഞാൽ പാളിപ്പോയി കഴിഞ്ഞാൽ പെൻഷൻ വാങ്ങിക്കാതെ പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർ, തെരഞ്ഞെടുപ്പ് എടുത്ത സമയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു. രാഹുലിനെ പുറത്താക്കാൻ അന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എടുത്ത ഒരു തീരുമാനം അത് ഗുണകരമായില്ലേ? ഇല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ സമയം കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയാകുമായിരുന്നില്ലേ? അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഈ പറയുന്ന ആൾക്കാർ ഇനി ജയിച്ചു വരുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. കാരണം ഇയാളെ ജനപിന്തുണ നമ്മൾ ആലോചിക്കണം. ഇയാളെപ്പറ്റി 2-3 ക്രിമിനൽ കേസുകൾ അയാളുടെ പേരിൽ റേപ്പ് കേസുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറ്റി? അയാൾക്ക് പിന്തുണ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല അത്. അപ്പം ഈ മുതിർന്ന രാഷ്ട്രീയക്കാർ അയാൾ നേരത്തെ ഇത് കണ്ട് അത് നേരത്തെ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയൊന്നും വരാനില്ല എന്ന് ചിന്തിക്കുന്നവർ അടുത്ത ഇലക്ഷൻ ആ മുതിർന്നവർ അത് ജയിച്ച് കയറുമല്ലോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇയാളുടെ ജനപിന്തുണ തന്നെയാണ്. ഇതുപോലെയുള്ള ധാരാളം ആൾക്കാർ ഈ കോൺഗ്രസിലും CPM-ലും എല്ലായിടത്തും ഉണ്ട്. ആ കുട്ടികളൊക്കെ പഴയ കാരണവന്മാരിരുന്ന് അതും ഇതൊക്കെ പഴയ കാലത്തെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിൽ അതൊന്നും ചിലവാകില്ല. ഇപ്പോഴത്തെ തലമുറയിൽ ഇതൊരു ബ്ലാക്ക് മാർക്കാണെന്ന് ആ വോട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരോ അങ്ങനെയുള്ള ആൾക്കാർ കരുതുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മാങ്കൂട്ടത്തിലിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട് MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്നുണ്ട്. ശരിക്കും മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വരുമോ? CPM-ലും ഇതേ കേസിൽപ്പെട്ടവർ MLA സ്ഥാനത്ത് തുടരുന്നു എന്ന് പറഞ്ഞ് മാങ്കൂട്ടത്തിലിന് MLA സ്ഥാനത്ത് കടിച്ചു തൂങ്ങാൻ പറ്റുമോ? ഇല്ല, സ്പീക്കറിന് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും അസംബ്ലി ഇരിപ്പുണ്ടല്ലോ, ഇത്ര നാളൊന്നും ചെയ്തില്ലല്ലോ. കാരണം അവർ റേപ്പ് കേസ് പ്രതിയാണ്, ജാമ്യത്തിലാണ്, അവർ അസംബ്ലിയിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ആരോപിച്ചതേ ഉള്ളൂ. അതിനൊരു കൺവിഷൻ വന്നാൽ അനിൽ രാജുവിനെ ഇപ്പം അവിടുന്ന് MLA സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കണ്ടല്ലോ. അതൊരു കൺവിഷനാണ്. 3 വർഷത്തെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 2 വർഷം വരെയുള്ള ശിക്ഷയ്ക്ക് വീണ്ടും അസംബ്ലിയിൽ തുടരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് 2-3 ക്രിമിനൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അസംബ്ലിക്ക് എന്ത് ചെയ്യാനൊക്കും, സ്പീക്കർക്ക് എന്ത് ചെയ്യാനൊക്കും? ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തായാലും വളരെയധികം നന്ദി സാർ. പ്രേക്ഷകർ അറിയാൻ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നതിനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ LDF. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ അയോഗ്യതാ നടപടിക്ക് നിയമോപദേശം തേടുമെന്നും തുടർച്ചയായി പരാതികൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നുമാണ് സ്പീക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കേസുകളുടെ പേരിൽ കേരള നിയമസഭ ആരെയും അയോഗ്യരാക്കിയ ചരിത്രമില്ല. പക്ഷേ അതിനുള്ള അധികാരം നിയമസഭയ്ക്കുണ്ട്. അധാർമിക പെരുമാറ്റ രീതി, നിയമസഭാംഗത്വം എന്ന പദവി ഉപയോഗിച്ചുള്ള അഴിമതി, ധനസമ്പാദനം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ ആ ഒരു അംഗത്തെ പുറത്താക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. 2 രീതിയിൽ സഭയ്ക്ക് നടപടി സ്വീകരിക്കാം. ഒന്ന്, സ്പീക്കർക്ക് സ്വന്തം നിലയിലോ ആരുടെയെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിലോ പ്രശ്നം പരിശോധിക്കാൻ എത്തിക്സ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താം. സമിതി ശുപാർശ ചെയ്താൽ നടപടിയിലേക്ക് പോകാം. ഇതിനായി സഭാനാഥനായ മുഖ്യമന്ത്രി പ്രത്യേകം പ്രമേയം അവതരിപ്പിക്കും. അത് പാസാക്കി അംഗത്തെ പുറത്താക്കുന്നതടക്കമുള്ള നടപടിയെടുക്കാം. രണ്ടാമത്തെ രീതി, സ്പീക്കർക്ക് MLAമാരുടെ പ്രത്യേക സമിതി രൂപവൽക്കരിക്കാം. അതിന്റെ ശുപാർശ അനുസരിച്ച് സഭാനാഥന്റെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാം. ഇത് എങ്ങനെ, എപ്പോൾ എന്നിവയിൽ സ്പീക്കർ ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിയമസഭയുടെ കാലാവധി തീരാറായിരിക്കെ നടപടി പൂർത്തിയാക്കാൻ സമയം തികയുമോ എന്ന സംശയവുമുണ്ട്. പൂർത്തിയാക്കാനായില്ല എങ്കിലും കാര്യങ്ങൾ തുടങ്ങിവെക്കാമെന്നുള്ള അഭിപ്രായം നേതാക്കൾക്കുണ്ട്. പക്ഷേ ഇത്തരമൊരു നടപടി ഉണ്ടായാൽ രാഹുലിനെ സംരക്ഷിക്കുമെന്ന നിലപാട് എടുക്കില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ നൽകിയിരിക്കുന്ന ഒരു സൂചന. രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്ന നിലപാടായിരുന്നു ആദ്യം മുതൽ തന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക്. നിലവിൽ പാർട്ടിക്ക് പുറത്തായ ആളെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല എന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ഭരണപക്ഷത്തും സ്ത്രീ അതിക്രമ പരാതി നേരിടുന്ന M. മുകേഷിനെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സമാന നടപടി ആവശ്യപ്പെട്ടേക്കും.
രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ക്രിമിനൽ കേസിൽ നിയമസഭ തീർപ്പ് കൽപ്പിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ആരോപണ വിധേയൻ കുറ്റക്കാരനാണോ എന്ന് വിധി പറയേണ്ടത് കോടതിയാണ് എന്നിരിക്കെ അതിനു മുൻപ് അംഗത്തെ അയോഗ്യനാക്കുന്നതിലേക്ക് നിയമസഭ പോകണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പാർലമെന്റിൽ ചോദ്യം ചോദിക്കുന്നതിന് പണം കൈപ്പറ്റിയ കേസിൽ എംപിമാരെ പുറത്താക്കിയതാണ് ഇതിന് സമാനമായ സംഭവം. എന്നാൽ അത് പാർലമെന്റുമായി നേരിട്ട് ബന്ധപ്പെട്ട സംഭവമായിരുന്നു. പുതിയ കീഴ്വഴക്കം തുടങ്ങി വെക്കണോ എന്ന സംശയം ഭരണപക്ഷത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം.